അതിനുശേഷം നിങ്ങൾ രണ്ടാമത് ആ പാർട്ടി ഓഫീസിനകത്ത് ഫ്ലക്സ് ബോർഡ് ഉണ്ടായിരുന്നു. അവത്തേലും മാണി സാറിന്റെയും ഞങ്ങളെല്ലാം പടം ഉണ്ടായിരുന്നു. ജോണി നെല്ലൂർ പോയപ്പോൾ ജോണി നെല്ലൂരിന്റെ പടം മാറ്റായിരുന്നു, എന്നിട്ട് മൊത്തം പടം മാറ്റി. കുഴപ്പമില്ല, ഞങ്ങളെല്ലാവരും പടം വെക്കണ്ട. പക്ഷേ പി ജോസഫ് സാറിന്റെ വലുതായിട്ടും ആ സൈഡിൽ കെ.എം. മാണി സാറിന്റെയും CF സാറിന്റെയും പടം വെക്കാൻ മര്യാദ കാണിക്കാത്ത വൃത്തികെട്ടവന്മാരെ കുറെ കാലമായിട്ട് തുടങ്ങി പണിയാ. അവശിഷ്ട മാണിക്കാരെന്ന ചിലവന്മാർ വിശേഷിപ്പിച്ച് ഞങ്ങൾ അവശിഷ്ട മാണിക്കാരായിട്ട് തുടരാൻ എനിക്ക് ആഗ്രഹമില്ല. അങ്ങനെ ആരെങ്കിലും തുടരുന്നുണ്ടോ തുടരട്ടെ. അല്ല, ഞാൻ പറഞ്ഞു, ഞാൻ കെ.എം. മാണി സാറിന്റെ ഉറ്റ അനുയായിയായിരുന്നു. മാണി സാറിന് മാത്രം മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഒരാൾക്കും വേറെ മുദ്രാവാക്യം വിളിച്ചു. പക്ഷേ PJ ജോസഫ് സാർ പാർട്ടിയിൽ വഹിച്ചപ്പോൾ അദ്ദേഹത്തെ എനിക്കിഷ്ടമായിരുന്നു. അദ്ദേഹം മാത്രമല്ല UDF നിൽക്കുന്നു, മറ്റുള്ള ആളുകൾ LDFിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ CF തോമസ് സാർ ഉൾപ്പെടെ ഉള്ള ആളുകൾ UDFിലേക്ക് നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇക്കടെ UDFിലേക്ക് നിന്നു. അങ്ങനെ മാണി സാറിന്റെയും കൂടി പാർട്ടിയായിട്ടാണ് ഞാൻ ഇതിനെ കണ്ടത്. പക്ഷെ ഇപ്പൊ അത് ജോസഫ് സാറിന്റെ പാർട്ടിയായി കൂടി ഇപ്പൊ മോൻസിന്റെ പാർട്ടി, മോൻസ് ഗ്രൂപ്പായി ഇത് അതപ്പതിച്ചപ്പോൾ എനിക്ക് അവിടെ തുടരാൻ യാതൊരു തരത്തിലുള്ള ആഗ്രഹവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഞാൻ ഇറങ്ങിപ്പോകുന്ന ഏതാണ്ട് വലിയ ലക്ഷ്യത്തിനാണ്. എനിക്ക് MLA ആകാനും മന്ത്രി ആകാനൊന്നുമില്ല. പക്ഷെ എന്റെ ആത്മാഭിമാനം, ഞാൻ അഭിമാനി ആയതുകൊണ്ട് ഞാൻ ഇറങ്ങേണ്ടി വന്നു. അപമാനിതനായി തുടരാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. നിങ്ങൾക്കറിയാം, ആദ്യകാലം പോലെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ആശുപത്രി വികസന സമിതിയിലെ എന്നെ വെച്ചിട്ട് അത് ജോസഫ് സാറിനെ ഭീഷണിപ്പെടുത്തി വെട്ടിമാറ്റിയ ആളാണ് മിസ്റ്റർ മോൻസ് ജോസഫ്. ഞാൻ അതിന് കംപ്ലൈന്റ് പറഞ്ഞില്ലല്ലോ. UDF ചെയർമാൻ സാർ എടുത്തോണ്ട് പോയി, ഞാൻ കംപ്ലൈന്റ് പറഞ്ഞില്ല. റോഷി പറഞ്ഞതേ മാണി ഗ്രൂപ്പ് വിട്ടവർ ഇങ്ങോട്ട് തന്നെ മടങ്ങി വരികയാണ്. അല്ല, മാണി ഗ്രൂപ്പ് വിട്ടവർ അങ്ങോട്ട് മടങ്ങി വരണമെന്ന് റോഷിയും ജോസ് കെ മാണിയൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ഞങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ആലോചിക്കേണ്ടതുണ്ട്. രണ്ട്, റോഷി മാത്രമല്ലല്ലോ, ഇവിടെ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ എന്നെ സ്വാഗതം ചെയ്തു. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഇപ്പൊ പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചില്ല. അതിന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഞാൻ ഇപ്പോൾ ഈ തീരുമാനമെടുത്തത്, ഇന്ന് UDFിലെ നേതാക്കന്മാര് എല്ലാവരും ഈ വിഷയം അറിയണം. ഇവിടുത്തെ ജനങ്ങൾ അറിയണം ഇതെന്തുകൊണ്ട് ഞാൻ എടുത്തു. ചിലർ പറയുന്നു വൻ സാമ്പത്തിക ലാഭമുള്ളതുകൊണ്ട് എടുത്ത്, ചിലർ പറയുന്നത് ആയിക്കോട്ടെ, ഞാൻ കേൾക്കാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്രയും അവഗണനകളെല്ലാം നേരിട്ടിട്ടും മോൻസ് ജോസഫ് എന്ന് പറയുന്ന നേതാവ് പലവട്ടം അനാവശ്യമായി എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇതൊക്കെ ഞാൻ ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാൻ PJ ജോസഫ് സാറിനെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സത്യത്തിൽ അദ്ദേഹത്തെ ഞാൻ കുറ്റപ്പെടുന്നില്ല. അദ്ദേഹം മോൻസ് ജോസഫ് എന്ന് പറയുന്ന ഇയാളെ വളരെ ഭയമാണ്. എന്നെ വിളിച്ചിരുത്തി, മോൻസിനെ വിളിച്ചിരുത്തി, മോൻസ് എന്താ വിഷയം, ഇനി ഇതിങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്തെങ്കിലും ജോസഫ് സാറിന് പറയാൻ പറ്റിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് പണ്ടേ നിയന്ത്രിക്കപ്പെട്ടേനെ. ഇവിടെ UDF അടിമപ്പെട്ടെടുത്ത തീരുമാനമെന്നാണ് PJ ജോസഫ്. അല്ല, എനിക്ക് തിരിച്ചു വന്നാൽ എടുക്കും അന്നേരം പോലും പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ചെല്ലുന്നില്ലല്ലോ, ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ജോസഫ് സാറിനോട് ഞാൻ പറഞ്ഞു എനിക്കൊരു പണക്കമില്ല. പക്ഷെ ജോസഫ് സാറിന് ഇയാളെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഇനിയെങ്കിലും ജോസഫ് സാർ ഈ പാർട്ടിയിൽ ഇയാളെ നിയന്ത്രിച്ചാൽ നിരവധി ആളുകൾ അല്ലെങ്കിൽ ഈ പാർട്ടിയിലേക്ക് ചിലപ്പോൾ ഇന്നലെ എടുത്തുകൊണ്ടുപോയ ചിത്രം എന്ത് ചെയ്തു? ഇന്നലെ എടുത്തുകൊണ്ടുപോയ ചിത്രം എന്റെ വീട്ടിൽ നിന്ന് ചിത്രമാണ്. ഞാൻ ചുമ്മാ പറഞ്ഞു, എന്റെ വീട്ടിൽ നിന്ന് ഞാൻ പണം മുടക്കി വാങ്ങിച്ച ചിത്രമാണ്. അത് പാർട്ടി ഓഫീസിൽ മാണി സാറിന്റെ ഒരു ചടങ്ങ് വന്നപ്പോൾ അവിടെ കൊണ്ടുപോയി വെച്ചതേ ഉള്ളൂ. അത് ഞാൻ ഇതിനെ എടുത്തുകൊണ്ട് പോയി. എടുത്തുകൊണ്ട് പോകാനുള്ള കാരണം അവിടെ ഉണ്ടായിരുന്ന ബോർഡിലുണ്ടായിരുന്ന CF സാറിന്റെയും മാണി സാറിന്റെയും ചിത്രം പണ്ടേ എടുത്തു കളഞ്ഞു. അവിടെ ഞാൻ വെച്ചിരുന്ന പടം അപ്പം അവിടെ ഇരിക്കുകയായിരുന്നു, ചുക്കി പിടിച്ച് അവിടെ സൈഡിൽ ഇരിക്കുമായിരുന്നു. അല്ലാതെ അവിടെ തൂക്കിയിട്ടിരുന്നല്ലോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എവിടെയാ ഞാൻ എടുത്ത് പാല അതിന്റെ കണ്ടാണോ? ഞാൻ ആ പെരക്കകത്ത് മുറിക്കകത്ത് കയറിയാൽ നിലത്തിരുന്ന സാധനം എടുത്ത് അവിടെ UDF നേതാക്കൾ ബന്ധപ്പെടുന്നത്. കാരണം UDFിനോട് ഇത്ര ദേഷ്യം വരാനുള്ള ഒരു കാരണം ഇപ്പൊ ബഹുമാനപ്പെട്ട M. ഹസനെ വിളിച്ചോണ്ട് ഞാൻ എടുത്തിട്ട് വിളിക്കും. എന്തുകൊണ്ട് താങ്കൾ രാജിവെച്ചെന്താ പ്രസാദ് രാജിവെച്ചത്? ഞാൻ രാജിവെച്ചാന്ന് വെച്ചാൽ ഈ പാർട്ടിയിൽ ഒട്ടനവധി പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ പോകുന്നത്. ഈ പാർട്ടിയിൽ മോൻസിന്റെ ഒരു അപ്രമാദിത്യമാണ് നടക്കുന്നത്. ഞാൻ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. പക്ഷെ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ എന്ന നിലയിൽ ഞാൻ വിളിച്ചാൽ പുള്ളി ഫോൺ എടുക്കില്ല. ഞാൻ സംഘടനാ കാര്യങ്ങൾ സംസാരിക്കാനാണ് ഫോൺ വിളിക്കുന്നത്. പക്ഷെ പാർട്ടി കമ്മിറ്റി 10 മണിക്ക് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ 10 മണിക്ക് എത്തിയിരിക്കും. പാർട്ടിയുടെ ചെയർമാൻ PJ സാർ 10 മണിക്ക് വരും. പുള്ളി 11:30 വരും. 11:30 വന്ന് ഒരു പ്രസംഗം പ്രസംഗിച്ച് കഴിഞ്ഞാൽ കമ്മിറ്റി വിളിക്കും. പാർട്ടിയിലുള്ള ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർക്ക് അഭിപ്രായം പറയാൻ പോലുള്ള സ്വാതന്ത്ര്യം പാർട്ടിയിലില്ല. പാർട്ടിയെ പുള്ളി ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. പുള്ളിയുടെ ഇപ്പോഴത്തെ രീതി എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് എസിനെ പോലെയും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് BA പോലെയും ഒരു MLA മാത്രം മതി, പുള്ളി മാത്രം പാർട്ടിക്കകത്ത് മതി, പുള്ളി മാത്രം മന്ത്രി മതി എന്ന് വിശ്വസിക്കുകയും എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി പുള്ളി അതപ്പതിച്ചിരിക്കുക. കാരണം പുള്ളി ആ രീതിയിലാണ്, വേറെ ഒരു നേതാവും വേണ്ട, പുള്ളി മാത്രം മതി. അപ്പൊ അങ്ങനെ ഒരു നേതാവിന്റെ കൂടെ നമുക്കൊരു ഗ്രൂപ്പ് വിട്ട നേതാക്കൾ സജീവൻ ഉൾപ്പെടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്.